ക്വസ്റ്റ്യനിലോട്ട് പോകാം. In the figure, a triangle is drawn by joining the alternate vertex of a regular hexagon. ഒരു regular hexagonന്റെ എന്ത് alternate vertex എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇടവിട്ടിട്ടുള്ള vertex ആണ് alternate vertex എന്ന് പറയുന്നത്. alternate vertex തമ്മിൽ join ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്കൊരു triangle കിട്ടും. അതൊരു equilateral triangle ആയിരിക്കും കേട്ടോ. Okay, ഒരു triangle കിട്ടും whatever. Okay, find dot is placed into the figure at random. What is the probability to falling a dot on a triangle? അതായത് കണ്ണടച്ചിട്ട് നമ്മളൊരു കുത്തിടുകയാണ് വെച്ചെങ്കിൽ ഈ ഫിഗറിനകത്ത് ഒരു കുത്തിടുകയാണ് വെച്ചെങ്കിൽ അത് ട്രയാങ്കിൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇത്തരം എന്താ പറയുക നമ്മൾ ഈ കുത്തിടുന്നതാണെങ്കിലും എന്താ പറയുക ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പേസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫിഗർ റിലേറ്റഡ് ആയിട്ടുള്ള മിക്കവാറും പ്രോബബിലിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഏരിയ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണോ ഏരിയ നമുക്ക് ആവശ്യം, എന്തിൽ വരാനുള്ള പ്രോബബിലിറ്റി ആണോ അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോബബിലിറ്റി. ഓക്കെ, സോ ഇവിടെ നോക്കുന്നത് ഏരിയ ഓഫ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഹെക്സഗൺ. ഇവിടെ ഹെക്സഗൺ വരാനുള്ള കാരണം ടോട്ടൽ അവിടെ എന്താണ്? ഹെക്സഗൺ ആണ്. ആ ടോട്ടൽ ആ ഒരു ഫിഗറിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആ ഹെക്സഗണിനകത്ത് വിടും. അതായത് നമ്മുടെ ഏതൊക്കെ വരും? നമ്മുടെ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ വരും, എല്ലാം വരും. ഓക്കെ, സോ ഹെക്സഗൺ നകത്ത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ വരുന്നുണ്ട്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഹെക്സഗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? അതിൻ്റെ ആൻസറായി പ്രോബബിലിറ്റി. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ കണ്ടുപിടിക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റിന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈഡുകൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കി വെക്കണം. അതായത് രണ്ടും കോമൺ ആയിട്ട് ഇപ്പോൾ എ എന്ന് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നു, നിങ്ങൾക്ക് എക്സ് ആയിട്ട് എടുക്കാം, വൈ ആയിട്ട് എടുക്കാം, വട്ട് എവർ. എക്സ് ആയിട്ട് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ തന്നെ ആ എക്സുമായി റിലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? മറ്റേ റെഗുലർ ഹെക്സഗൺ ആണെങ്കിലും അല്ലെങ്കിൽ ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ആയിട്ടും കണക്ട് ചെയ്തെടുക്കണം. എങ്കിലേ നമുക്കത് എന്ത് ചെയ്തുപോളൂ? ക്യാൻസൽ ചെയ്തോളൂ. ഇപ്പോൾ സപ്പോസ് ഞാൻ റെഗുലർ ഹെക്സഗണിൻ്റെ എക്സ് ആയിട്ട് എടുത്തു, ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ വൈ ആയിട്ട് എടുത്തുകൂടെ സാറേ? സോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ക്യാൻസൽ ആയി പോകത്തില്ല, നമുക്കൊരു പെർട്ടിക്കുലർ റേഷ്യോ കിട്ടത്തില്ല. സോ ആൻസർ തെറ്റല്ല, പക്ഷേ റേഷ്യോ കിട്ടത്തില്ല. ആ റേഷ്യോ കിട്ടിയാലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, സോ ഏരിയ ഓഫ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഞാൻ അവിടെ എടുത്തേക്കുന്ന ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു വശം √3a ആയിട്ടും താഴത്തെ വശം എന്ത്? ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു സൈഡ് 2a ആയിട്ട് എടുത്തു. അങ്ങനെയാണ് ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ പകുതി വശം എന്ന് പറയുന്നത് √3a ആയിരിക്കും. അത് ട്രിഗ്നോമെട്രി ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുക. ഇനി ട്രിഗ്നോമെട്രി വെച്ചിട്ടല്ല, പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ തൽക്കാലം ഇങ്ങനെ അറിഞ്ഞിരിക്കുക. ഒരെണ്ണം 2a ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മറ്റേത് എന്തായിരിക്കും? √3a ആയിരിക്കും. ഓക്കെ, സോ ഒരു വശം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് √3a²/4. ഇവിടുത്തെ a എന്ന് പറയുന്നത് എന്താണ്? √3a ആണോ? അല്ല, √3a എന്ന് പറയുന്നത് എന്താ? അതിന്റെ പകുതിയേ ഉള്ളൂ. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഒരെണ്ണം ഫുൾ വരുമ്പോൾ എന്ത് വരും? 2√3a വരും ഇല്ലേ? സോ 2√3a ആണ് എന്തെന്ന് പറയുന്നത്? ഒരു സൈഡ്. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √3 ഇൻറ്റു 2√3a ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, സോ അവിടെ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആക്കിയിട്ട് എഴുതി. √3 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു a² ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ അവിടെ 4 ക്യാൻസൽ ചെയ്ത് പോയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3√3a² എന്ന് കിട്ടി. ഇതാണ് എന്ത്? ഇക്വലേറ്ററിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വലേറ്ററിന്റെ ഏരിയ 3√3a² എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ കണ്ടുപിടിക്കുക. സോ റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണ് എന്തെന്ന് പറയുന്നത്? 3√3a²/2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ a എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തേക്കുന്നത് എന്താണ്? 2a എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു സൈഡ് ആയിട്ട് എടുത്തേക്കുന്നത്. സോ സൈഡ് എന്ന് പറയുന്നത് 2a ആയതുകൊണ്ട് നമ്മൾ a² പകരം എന്ത് എഴുതണം? 2a² എന്ന് എഴുതണം. ഓക്കെ, 3√3 2a²/2 എന്ന് കിട്ടും. സോ 2ന് സ്ക്വയർ കൊടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. 3√3 4 ഇൻറ്റു a²/2 എന്ന് കിട്ടും. ഓക്കെ, സോ ആ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കളയുന്ന സമയത്ത് മേളിൽ 2 എന്ന് വരും. 3√3 ഇൻറ്റു 2a² എന്ന് കിട്ടും. ഓക്കെ, ആ 2ഉം 3ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. 6√3a² എന്ന് കിട്ടും. സോ ഹെക്സഗണിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 6√3a². സോ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഏരിയ ഓഫ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഹെക്സഗൺ ആണ്. സോ ഏരിയ ഓഫ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ 3√3a² എന്ന് പറയുന്നതും ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഹെക്സഗൺ എന്ന് പറയുന്നത് 6√3a² എന്നാണ്. സോ 3√3a² രണ്ട് സൈഡിലും കോമൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. സോ ബാക്കി എന്ത് കിട്ടും? 3/6. 3/6 ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. സോ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. സംഭവം കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സോ അതുകൊണ്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് 14 ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് സൈഡ് 7 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. സോ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെക്ടാങ്കിൾ എത്ര സെൻറ്റിമീറ്റർ? 7 സെൻറ്റിമീറ്ററും അതുപോലെ 5 സെൻറ്റിമീറ്ററും വേണം. ഓക്കെ, 7ഉം 5ഉം ആയിട്ട് ഇരിക്കണം. ഓക്കെ, 7ഉം 5ഉം ആയിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ഇതിൻ്റെ അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ്. സോ
സോ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് 7ഉം 5 ആകുമ്പോൾ നമ്മൾ എന്തെടുത്ത് 7 എടുത്ത് 7ഉം 5ഉം ഇതുപോലെ വരച്ച് കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. എന്നാൽ ആദ്യം നമ്മൾ എന്ത് വരയ്ക്കും? ഒരു 7 സെന്റിമീറ്റർ പ്ലസ് 5 സെന്റിമീറ്റർ. 7 പ്ലസ് 5 എന്ന് പറയുന്നത് ഒരു 12 സെന്റിമീറ്റർ ആണ്. സോ നമുക്ക് ആദ്യം എന്ത് വേണം? 12 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കണം. അതായത് 7ഉം 5ഉം സെപ്പറേറ്റ് മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ 7ഉം ഇവിടെ 5ഉം ആയിട്ട് സെപ്പറേറ്റ് മാർക്ക് ചെയ്തുകൊണ്ട് 12 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കും. ഇതിന് എന്ത് വരയ്ക്കുക? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ മുകളിലും താഴെയും വരയ്ക്കുക. ഞാനിപ്പോൾ ഇത് റഫ് ഫിഗർ ആണ് വരയ്ക്കുന്നത്. എങ്ങനെ കൺസ്ട്രക്ഷൻസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. സോ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ എന്ത് വരയ്ക്കും? ഒരു സർക്കിളിന്റെ പാതി വരയ്ക്കും. ഓക്കെ. ഓക്കെ. ഒരു സർക്കിൾ ഇവിടെ വെച്ചിട്ട് കറക്റ്റ് മിഡ് പോയിന്റിന്ന് വെച്ചിട്ട് നമ്മൾ കോമ്പസ് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ എന്ത് വരും? ഒരു സർക്കിൾ നമുക്ക് കിട്ടും. ആ സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിൽ ഈ 5 ചെന്ന് മുട്ടുന്നത് ഇവിടെയാണ് നമ്മൾ 5 മാർക്ക് ചെയ്തേക്കുന്നതെങ്കിൽ ആ 5 ചെന്ന് മുട്ടുന്നത് എന്താണോ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ക്വയറിന്റെ സൈഡ്. സോ ആ ലെങ്ത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആ ഒരു സ്ക്വയർ കിട്ടും. ഓക്കെ. ഇങ്ങനെയാണ് അതിന്റെ റഫ് ഫിഗർ വരുന്നത്. സോ നമ്മളോട് പറയില്ല 12 സെന്റിമീറ്റർ വരയ്ക്കാൻ. ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമേ പറയുള്ളൂ. സോ അത് വെച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ നമ്മൾ ആദ്യം ഇങ്ങനെ 7 സെന്റിമീറ്റർ വെച്ചിട്ട് ഇവിടെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം ട്ടോ. എങ്കിലേ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. സോ ഈ ഹൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇപ്പുറത്തോട്ട് വരച്ചിട്ട് 12 സെന്റിമീറ്റർ ആക്കുന്നത്. സോ ഞാൻ ആ 12 എന്ന് പറയുന്ന തിയറി മാത്രം അവിടെ പറഞ്ഞു എന്ന് മാത്രം ട്ടോ. ഓക്കെ. സോ വരയ്ക്കുന്ന വീഡിയോസ് ഞാൻ എന്തായാലും വേറെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. Okay. So how many terms of an arithmetic sequence 3, 7, 11 must be added to get the sum as a 300? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻ ആണ്. അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻ അല്ല ആക്ച്വലി അതെന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ചോദിച്ചേക്കുന്നത് നോക്കി. എത്ര ടേമുകൾ ആഡ് ചെയ്താലാണ് സം കിട്ടുന്നത്? അപ്പോൾ സാറ് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചാൽ പോരെ? അതെ, നമ്പർ ഓഫ് ടേംസ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അവിടെ എന്താ തന്നേക്കുന്നത്? സം ആണ് തന്നേക്കുന്നത്. കോമൺ ഡിഫറൻസോ ഫസ്റ്റ് ടേം ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. സോ നോക്കുക സമ്മിന്റെ ഇക്വേഷനിൽ വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സം സം എന്ന് പറയുന്നത് എസ് എൻ ഈസ് ഈക്വൽ ടു എന്താണ്? എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. ഓക്കെ. സോ എൻ മൈനസ് ടു എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ എഴുതി. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം നമുക്ക് ഇവിടെ അറിയാം. ഏതാണ്? 3 എന്നറിയാം. നമുക്ക് ഇത് തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടുണ്ട് 3 എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. സോ 2 ഇൻറ്റു 3 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 4 എന്ന് കിട്ടും. ഈ 4 കൊണ്ട് എന്നിനെയും 1നെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4n മൈനസ് 4 എന്ന് കിട്ടും. സോ എൻ ബൈ ടു ഇൻറ്റു 6 2 ഇൻറ്റു 3 6 എന്ന് പറയും. 6 പ്ലസ് 4n മൈനസ് 4. സോ ഈ 6ഉം ഈ 4ഉം കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? n ബൈ ടു ഇൻറ്റു 2 ഈ 6ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും പ്ലസ് 4n. സോ n ബൈ ടു ഇൻറ്റു 2 പ്ലസ് 4n എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഈ n കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. n ബൈ ടു ഇൻറ്റു 2 പ്ലസ് n ബൈ ടു ഇൻറ്റു 4 എന്ന് പറയുന്നത്. ഓക്കെ. സോ അത് ചെയ്യുമ്പോൾ നമുക്കറിയാം സം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് തന്നിട്ടുണ്ട്? 300 ആണ് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു n ബൈ ടു ഇൻറ്റു 2n പ്ലസ് 4 എന്നറിയാം. സോ അതിനെ ഇൻറ്റു n ബൈ ടു ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇവിടെ എന്ത് മാത്രമാവും? n മാത്രമാവും. ഇവിടെ 2ഉം ഇവിടെ 4ഉം കൂടെ എടുക്കുന്ന സമയത്ത് അത് 2 ആയിട്ട് മാറും. സോ 300 ഈസ് ഈക്വൽ ടു n പ്ലസ് എന്ത് 2n സ്ക്വയർ എന്ന് കിട്ടും. സോ ഈ 2n സ്ക്വയറിനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ്. 2n സ്ക്വയർ പ്ലസ് n ഈസ് ഈക്വൽ ടു 300. ഇതെന്തായി? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി. നമുക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യും. ഇതിനെല്ലാത്തിനെയും കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ 2ഉം ഇവിടുത്തെ താഴെയുള്ള 2ഉം കൂടെ ക്യാൻസൽ ചെയ്യും. ഇവിടെ എന്തായിട്ട് മാറും? 1/2 ആയിട്ട് മാറും. 300 എന്തായിട്ട് മാറും? പകുതിയായിട്ടുള്ള 150 ആയിട്ട് മാറും. ഓക്കെ. സോ നമുക്ക് ഇക്വേഷൻ കിട്ടി. n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 150 എന്ന് കിട്ടി. ഇനി ഞാൻ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. സോ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. സോ n സ്ക്വയർ ഞാൻ എഴുതി പ്ലസ് ബി ബൈ ടു. ബി എന്ന് പറയുന്നത് ഏതാ? ബി എന്ന് പറയുന്നത് എന്നിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പറാണ്. എന്നിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ ഓൾറെഡി ഹാഫ് ആണ്. സോ ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതി? ഹാഫ് എന്ന് എഴുതി. ബി ബൈ ടു ഈസ് ഈക്വൽ ടു ഹാഫ് ബൈ ടു. വീണ്ടും ഹാഫ് ബൈ ടു എന്ന് പറയുമ്പോൾ വീണ്ടും ഹാഫിൻ്റെയും പകുതി എന്ന് പറയുന്നത് എന്താണ്? 1/4 ആണ്. സോ ഇതെടുക്കുന്ന സമയത്ത് തെറ്റിക്കാറൊക്കെ ഉണ്ട്. റെസിപ്രോക്കൽ എടുത്തിട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ. ബി ബൈ ടു മാത്രം ചെയ്താൽ പോരാ, അതിനെന്ത് ചെയ്യണം? സ്ക്വയറും ചെയ്യണം. ബി ബൈ ടു ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/4 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ ഈ സ്ക്വയർ ഉള്ള സംഖ്യ നേരെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. സ്ക്വയർ ചെയ്തതിന് ശേഷമുള്ള റൂട്ടുള്ള സംഖ്യ കറക്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടും സെയിം ആണ് കേട്ടോ. 1/4 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1/16 എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഇത് രണ്ടും കൂടെ ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n പ്ലസ് 1/4 എന്ന് പറയുന്ന ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമാറ്റിലോട്ട് മാറും. ഈസ് ഈക്വൽ ടു 24016 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഓക്കെ. സോ n പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 2401 ഡിവൈഡഡ് ബൈ 16 ചെയ്യും. 2401 എന്ന് പറയുന്നത് കറക്റ്റ് 49ൻ്റെ റൂട്ടാണ്. അതുപോലെ 16 എന്ന് പറയുന്നത് എന്താണ്? 4ൻ്റെ റൂട്ടാണ്. സോ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് 49/4 എന്ന് കിട്ടും. സോ n ഈസ് ഈക്വൽ ടു 1/4 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 49/4 എന്ന് കിട്ടും. ഓക്കെ.
സോ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനി എന്ത് വേണം, ഈ n-നെ പ്ലസ് വെച്ചിട്ട് മൈനസ് വെച്ചിട്ട് 2 ആഡ് ചെയ്യണം. സോ n പ്ലസ് 1/4 ഈസ് ഈക്വൽ ടു പ്ലസ് 49/4. n പ്ലസ് 1/4 ഈസ് ഈക്വൽ ടു മൈനസ് 49/4 ആണ്. ഓക്കെ. സോ ഈ n-നെ 1/4നെ പുറത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അത് മൈനസ് ആയിട്ട് മാറും. സോ 49 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1/4 ഈസ് ഈക്വൽ ടു 48/4 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഓക്കെ. ഇനി n-ന് n പ്ലസ് 1/4 ഈസ് ഈക്വൽ ടു മൈനസ് 49/4 ആണ് വെച്ചെങ്കിൽ n എന്ന് പറയുന്നത് എന്താ? മൈനസ് 49/4 ഈസ് ഈക്വൽ ടു മൈനസ് 1/4 ആണ്. മൈനസ് 50/4 ഈസ് ഈക്വൽ ടു 12.05 എന്ന് കിട്ടും. സോ എന്താ പറയുക, n-ന് വാല്യൂ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് 2 വാല്യൂസ് കിട്ടും. ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ളതാണ് നമ്മൾ പൊതുവെ എടുക്കാറ്. സോ 12 ആണ് എന്തെന്ന് പറയുന്നത് ആൻസർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. സോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു. പക്ഷേ ആക്ച്വലി ഇത് അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റൻ അല്ല. ഇത് ഏതാണ് സെക്കൻഡ് ഡിഗ്രിയിലെ ക്വസ്റ്റൻ ആണ്. സോ ക്വസ്റ്റൻസ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി.